ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സിലിട്ടുമാസ്. മൈ ഡിയർ കുട്ടികളെ, ഈ വർഷം പുറത്തിറങ്ങിയ ഒരു തായ്ലാൻഡ് ഹൊറർ ചിത്രമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. നമ്മളെപ്പോഴും കാണുന്ന പോലത്തെ ഒരു സാധാരണ സ്വഭാവമുള്ള പ്രേതമല്ല ഇത്. ഒരു വ്യത്യസ്ത സ്വഭാവം. അയാളൊരു വ്യത്യസ്ത സ്വഭാവക്കാരനെന്ന് പറയില്ലേ, അതുപോലെ ഒരു ടൈപ്പ് ആൾക്കാരെ പേടിപ്പിക്കുക, കൊല്ലുക എന്നതൊക്കെ ഈ പ്രേതം ചെയ്യുന്നുണ്ട്. അത് അവരുടെ ഒരു ചര്യയാണ്, ഒരു ശീലമാണ്. അതിനെ നമുക്ക് എതിർപ്പ് പറയാൻ പറ്റില്ല. എന്നാൽ അത് ചെയ്യാനുള്ള കാരണമില്ലേ, അതിവിടെ വ്യത്യസ്തമാണ്. അതെന്താണെന്നാണ് ഈ ഹോസ്റ്റ് എന്ന സിനിമയിലൂടെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ പ്രകൃതി രമണീയമായ ഒരു വലിയ ഐലൻഡ് ദ്വീപ്. ആ ദ്വീപിലേക്ക് ഒരു ബോട്ട് വരുന്നു. ആ ബോട്ടിലുണ്ട് ഒരു പെൺകുട്ടി, തട്ടമിട്ട പെൺകുട്ടി. ഈ പെൺകുട്ടിയോട് ആ ബോട്ട് ഓടിക്കുന്ന ചെറുക്കൻ ചോദിക്കും, നീ എന്ത് കുഴപ്പമുണ്ടാക്കിയിട്ടാണ് ഇവിടെ വന്നേക്കണേന്ന്. സോ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, കുഴപ്പമുണ്ടാക്കുന്ന പെൺകുട്ടികളെയാണ് ഈ ദ്വീപിലേക്ക് ആൾക്കാർ കൊണ്ടുവരുന്നത്. തായ്ലാൻഡിലുള്ള റാംപ ഐലൻഡാണത്. 1976 കാലഘട്ടം. ദ്വീപിലെത്തിയ ഈ രണ്ട് ചെറുപ്പക്കാരെയും സ്വീകരിക്കാൻ വേണ്ടി അവിടെ മറ്റൊരു പെൺകുട്ടി കാത്തു നിൽപ്പുണ്ടാവും. അവളുടെ പേരാണ് എയിം. ഇപ്പൊ അവിടേക്ക് വന്നിരിക്കുന്ന പെൺകുട്ടി പാവം മുഖമുള്ള പെൺകുട്ടി. അവളാണ് നമ്മുടെ കഥയുടെ നായിക. അവളുടെ പേര് ഇങ്ക്. ഈ പഴയ പെൺകുട്ടി പുതിയ പെൺകുട്ടിയുടെ ബാഗ് അവളുടെ കയ്യിലേക്ക് എന്നെ തിരിച്ചെടുത്ത് കൊടുത്തിട്ട് പറയും, ഈ ദ്വീപിൽ അവനവന്റെ പണി അവനവനാണ് ചെയ്യേണ്ടത്, അതുകൊണ്ട് നീ നിന്റെ ഭാരം ഈ പയ്യനെ കൊണ്ട് ചുമപ്പിക്കണ്ട എന്നും പറഞ്ഞിട്ട് ഇവരെ വിളിച്ചുകൊണ്ട് പോകുന്ന വഴിയെ ആ പഴയ പെൺകുട്ടി ഈ ചെറുക്കനോട് പറയും, മദർ പറഞ്ഞു അധികം വൈകാതെ എന്നെ റിലീസ് ചെയ്യാന്ന്. ഇനി കുറച്ച് നാൾ കൂടെ ഉള്ളൂത്രേ, എനിക്ക് തിരിച്ചു പോകാൻ പറ്റും. അങ്ങനെ പോകാൻ സമയമാകുമ്പോൾ നീ എന്നെ വന്ന് വിളിച്ചോണ്ട് പോകില്ലേ എന്നവൾ ചോദിക്കുക. പിന്നെന്താ, ഞാൻ നിനക്ക് വേണ്ടി ഓടി വരാം എന്നാ പയ്യൻ പറയുന്നുണ്ട്. സോ ഈ പയ്യനാണ് ഐലൻഡിലേക്ക് വേണ്ട സപ്ലൈകളൊക്കെ എത്തിക്കുന്ന ചെറുക്കൻ. ഇനി നമുക്ക് അകത്ത് പോയി നോക്കാം. ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു കോൺവെന്റ്. ഈ കോൺവെന്റിനകത്ത് ഒരുപാട് പെൺകുട്ടികളുണ്ട്. സംഭവം ജുവനൈൽ ജയിലില്ലേ നമ്മുടെ നാട്ടിലേക്കുള്ള അതേപോലത്തെ ഒരു ജയിൽ കം സ്കൂളാണിത്. 18 വയസ്സിന് താഴെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത പെൺകുട്ടികളെ താമസിപ്പിക്കുന്ന ഒരു റിമോട്ട് ജയിൽ. അങ്ങോട്ടാണ് നമ്മുടെ ഇങ്കിനെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ബോയ് കട്ട് ചെയ്ത മദർ ആ ബിൽഡിംഗിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നിട്ട് അവര്, എൻ്റെ പേര് ക്രിസ്റ്റീന, ഞാനാണ് ഇവിടുത്തെ ഇൻചാർജ് എന്ന് പറയും. എന്നിട്ട് നമ്മുടെ ഇങ്കിനോട് അവളെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്താൻ പറയും, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. ഇങ്ക് മുന്നോട്ട് വന്ന് എല്ലാ കുട്ടികളോടുമായിട്ട് പറയുന്നു, എൻ്റെ പേര് ഇങ്കാണെന്നും ഞാൻ ഡർപോം ഹോമിൽ നിന്നുമാണ് വരുന്നതെന്നും. ഈ ഹോമിന്റെ പേര് കേട്ട ഉടനെ അവിടെയുള്ള ചില പെൺകുട്ടികൾക്ക് മനസ്സിലായി ഇവള് നോർത്ത് സൈഡിൽ നിന്നാണ് വരണതെന്ന്. എല്ലാവരും ചിരിക്കും. സംഭവം നോർത്ത് സൈഡ് ഒരു റിമോട്ട് ഏരിയ ആണ്. ഏതോ കാടിനുള്ളിൽ നിന്നുമാണ് ഇവള് വരണേന്ന് പറഞ്ഞിട്ടാണ് അവർ ചിരിക്കുന്നത്. മദർ പറയും, ഈ ഐലൻഡിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഇവിടുത്തെ റൂൾസ് ഫോളോ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അതിൻ്റെതായ വിപരീതങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇവിടുത്തെ റൂൾസ് ഒക്കെ പറഞ്ഞു കൊടുക്കെന്നും പറഞ്ഞ് മദർ ആ നേരത്തെ കണ്ട എയിം പെൺകുട്ടിക്ക് ഇങ്കിനെ ഏൽപ്പിക്കുകയാണ്. ഈ സമയത്തായിരിക്കും പെട്ടെന്ന് ഇടിവെട്ടി മഴ പെയ്യാൻ തുടങ്ങുക. നമ്മുടെ ബോട്ടുകാരൻ പയ്യൻ ആ ശബ്ദം കേട്ടുടനെ ബോട്ടിനടുത്തേക്ക് ഓടുന്നുണ്ട്. മഴ ശക്തിയാകുന്നതിന് മുന്നേ ആ ഐലൻഡ് വിട്ടു പോകാനാണ് അവൻ്റെ ശ്രമം. പക്ഷെ നടക്കുമെന്നറിയില്ല. ആ സമയത്ത് ഇവിടെയാണെങ്കിൽ മറ്റേ എയിമിന് 2 കൂട്ടുകാരി പെൺകുട്ടികളുണ്ട്. അത് 2 വെടക്കുകളാണ്. എയിം ആണെങ്കിൽ അതിനെക്കാട്ടിയും വെടക്ക. നമുക്കത് കാണാം എന്താന്ന്. എന്തായാലും ഇവിടെ ബോട്ടുകാരൻ പയ്യന് അവിടം വിട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അലയടിച്ച് ബോട്ടൊക്കെ നാശമായിട്ടുണ്ട്. ഇനി തിരിച്ചു പോകാൻ മറ്റേതെങ്കിലും ബോട്ടുണ്ടോ എന്ന് നോക്കുമ്പോൾ ഈ ഐലൻഡിൽ ആകെ ആ ഒരു ബോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അത് റിപ്പയർ ചെയ്തിട്ട് വേണം തിരിച്ചു പോകണമെങ്കിൽ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ബോട്ടുമായിട്ട് ഇങ്ങോട്ട് വരണം. അതുവരെ പയ്യൻ ഇവിടെ തന്നെ കാത്തിരിക്കണം. സോ അവൻ്റെ ബോട്ട് നശിച്ചു പോയി. അവന് താമസിക്കാൻ ഒരിടം വേണമെന്ന് പറഞ്ഞ് അവൻ മദറിനോട് ആവശ്യപ്പെടുക. കൂടെ എയിമും ഉണ്ട്. മദറാണെങ്കിൽ, ഞാൻ കഴിഞ്ഞ തവണ ഒരു റേഡിയോ നിന്നോട് റിപ്പയർ ചെയ്യാൻ പറഞ്ഞല്ലേ, ആ റേഡിയോ ഉണ്ടെങ്കിലേ ആരെങ്കിലുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പം അതിനും വഴിയില്ലാതിരിക്കുക. ആ സമയത്താണ് അവൻ്റെ ബോട്ട് നശിച്ചു എന്ന് പറയുന്നത്. ശരി, എന്തായാലും വേറെ വഴിയില്ലാത്തതുകൊണ്ട് മറ്റാരെങ്കിലും വരുന്നത് വരെ, അല്ലെങ്കിൽ മഴ കഴിയുന്നത് വരെ നീ ലൈറ്റ് ഹൗസിൽ താമസിച്ചോളൂ എന്ന് മദർ പറയും. എന്നിട്ട് അതിൻ്റെ കീയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം നമ്മുടെ ഇങ്കിനെ വിളിച്ചിരുത്തി അവളെ പോർട്ട്ഫോളിയോ ഒക്കെ പരിശോധിക്കുകയാണ് മദർ. അപ്പം ഇതിൽ അവൾ അവസാനമായിട്ട് താമസിച്ചിരുന്ന ആ ഓർഫനേജ്, അതിൽ നിന്നും അവളെ ഇങ്ങോട്ട് മാറ്റാനുള്ള കാരണം എഴുതിയിട്ടുണ്ട്. അത് കണ്ട് നമ്മുടെ മദർ ഞെട്ടും. എന്താണെന്ന് അവർ പറയുന്നില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പഴയ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചോദിക്കുന്നില്ല. ഈ സ്കൂൾ എങ്ങനെയുള്ളവരാണെങ്കിലും അവർക്കൊരു അവസരം കൂടെ കൊടുക്കും. അത് നീ നശിപ്പിക്കരുത്. നീ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ പിന്നെ നീ ആൾക്കാരുടെ കൂടെ ജീവിക്കാൻ യോഗ്യത ഇല്ലാത്തവളാണെന്ന് ഞാൻ റിപ്പോർട്ട് കൊടുക്കും. നേരെ ജയിലിലേക്കായിരിക്കും കൊണ്ടുപോവുക. മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് അവളെ പറഞ്ഞു വിടുന്നു. അത് കഴിയുമ്പോൾ ആ വെടക്ക് പെമ്പിള്ളേരാണ് ഈ സ്കൂളിന്റെ റൂൾസൊക്കെ നമ്മുടെ ഇങ്കിന് പറഞ്ഞു കൊടുക്കുന്നത്. സൂര്യൻ ഉണരുന്നതിന് മുന്നേ ഉണരണം, ബാത്റൂം കഴുകണം, എല്ലാവരുടെയും തുണികൾ അലക്കണം, കക്കൂസിലെ വേസ്റ്റൊക്കെ വാരിക്കളയണം.
ഇതെല്ലാം അവളുടെ ജോലിയായിരിക്കും. പിന്നെയുള്ളതൊരു ഡോർമെട്രിയാണ്. അതിലേറ്റവും അവസാനത്തെ ബെഡാണ് അവരിവൾക്ക് കൊടുക്കുക. ആ ബെഡിലാണെങ്കിൽ നിറച്ചും പാറ്റയും പഴുതാരയും പുഴുക്കളും എല്ലാം ഉണ്ട്. നിനക്കിത് കിടക്കാൻ ഇഷ്ടമായില്ലെങ്കിൽ നിലത്ത് കിടന്നോളൂ, ആരും ഒന്നും പറയില്ല എന്ന് ആ പിള്ളേര് പറഞ്ഞ് കളിയാക്കും. പിന്നെ രാത്രി സമയങ്ങളിൽ ചില പ്രത്യേക സാധനങ്ങൾ വന്ന് നിന്നെ വിളിക്കും. ആ സമയത്ത് ഞങ്ങളോട് പറയാതെ അതിനെ നീ തന്നെ കൈകാര്യം ചെയ്തേക്ക് എന്ന് പറഞ്ഞ് അവർ വീണ്ടും ചിരിക്കുകയാണ്. എന്തായാലും അങ്ങനെ സമയം പോയി, ഇരുട്ടായി. ഇപ്പം എല്ലാ കുട്ടികളും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുക. രാത്രി നമ്മുടെ ഇങ്കിനടുത്തേക്ക് ഒരു രൂപം വരുന്നുണ്ട്. അതെന്താണെന്നറിയില്ല. അവൾ ഞെട്ടി എഴുന്നേറ്റിട്ട് പിന്നെ ഉറക്കം വരുന്നില്ല. എന്തായാലും ബാത്റൂമിൽ പോയി കളയാമെന്നും പറഞ്ഞ് ഇവള് ബാത്റൂമിലേക്ക് വരുന്നു. ക്ലോസറ്റൊക്കെ കാണാൻ ഭയങ്കര വൃത്തിയാണ്. എങ്ങനെ അതിനകത്ത് പോകുമെന്നറിയില്ല. പോണോ വേണ്ടിയോ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ആരോ കതകിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അയാൾ ആഞ്ഞ് കതകിനെ കൊട്ടുന്നുണ്ട്. ഇവള് പേടിച്ചരണ്ട ആരാന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് മോളിൽ കൂടെ ഒരു ബക്കറ്റിൽ ആരോ അപ്പി വേസ്റ്റ് എടുത്ത് ഇവളുടെ തലയിലേക്ക് ഒഴിക്കുന്നുണ്ട്. പുറത്തുനിന്ന് ഒരുപാട് പെൺകുട്ടികളുടെ ചിരി കേൾക്കാം. ഈ ഒഴിച്ചതൊരു പാവം പെണ്ണാൻ തോന്നുന്നുണ്ട്. ബാക്കിയുള്ള 4 പെൺപിള്ളേര് ഈ കുട്ടിയെ നിർബന്ധിച്ച് ഒഴിപ്പിച്ചാൻ തോന്നുന്നു. നമ്മുടെ ഇങ്ക് വരുന്നതിന് കുറച്ച് മുന്നെയാണ് ഈ പെൺകുട്ടി വന്ന്. സോ ഇത്രയും കാലം അവർ ഈ പെൺകുട്ടിയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവളാണ് കക്കൂസിലെ വേസ്റ്റൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ കിരീടം നമ്മുടെ ഇങ്കിന് കൈമാറി കൊടുത്തതാണ് ഇപ്പം കണ്ടത്. എന്തായാലും പാവം നമ്മുടെ ഇങ്ക് വിഷമത്തോടെ ഒരുപാട് പൊട്ടിക്കരയും. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ എല്ലാവരും നേരത്തെ എഴുന്നേൽക്കുന്നു, ഭക്ഷണമൊക്കെ കഴിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിന്നെ കുട്ടികൾക്ക് ചെറിയ ചെറിയ ജോലിയൊക്കെ അവിടുത്തെ മദർ കൊടുക്കുന്നുണ്ട്. ഒപ്പം പഠനവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് വൈകിട്ട് നമ്മുടെ ഇങ്കാണ് ഈ ടോയ്ലറ്റ് വേസ്റ്റ് എല്ലാം വാരിക്കോരി കളയുന്നു. അത് കഴിഞ്ഞ് അവൾ കൈ കഴുകാൻ വേണ്ടി വെള്ളം എടുക്കുമ്പോൾ കിണറിലെ കപ്പി കുടുങ്ങി അവളുടെ കൈ മുറിയുന്നുണ്ട്. അപ്പോഴായിരിക്കും അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ബോട്ടുകാരൻ പയ്യനില്ലേ, അവൻ അവളെ കാണുന്നു. അവളെ കൈ മുറിവ് പറ്റിയത് കണ്ടിട്ട് ഇവനവൻ്റെ തോർത്തിലൊരു പീസ് കീറി അവളെ കൈ കെട്ടിക്കൊടുക്കും. എന്നിട്ട് ചെയ്യാൻ അറിയാത്ത ജോലികൾ ചെയ്യണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട്. അവൾ അതിന് മറുപടി ഒന്നും പറയില്ല. അത് കഴിഞ്ഞന്ന് വൈകിട്ട് ഇവൾ കുളി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് മറ്റേ വെടക്ക് പെമ്പിള്ളേർ വരുന്നത്. അതിൽ നമ്മുടെ എയിം ഇങ്കിന്റെ കയ്യിൽ കെട്ടിയിരിക്കുന്ന ബോട്ടുകാരന്റെ തുണി കാണും. സോ ഇവർ തമ്മിൽ എന്തോ ഒരു ടിങ്കിലോണം ഉണ്ടായിട്ടുണ്ടെന്ന് എയിമിന് മനസ്സിലായി. സംഭവം എയിമിന് ആ പയ്യന് ഇഷ്ടമാണ്, അവനും തിരിച്ചിഷ്ടമുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഇതിൽ ഈ പെണ്ണിടയിൽ കയറി അവന്റെ ഇഷ്ടം എങ്ങാനും മാറിയാലോ, ആ അസൂയാണ് നമ്മുടെ എയിമിന്. എന്തായാലും അന്ന് വൈകിട്ട് ഇങ്ക് കിടന്നുറങ്ങുന്ന സമയം നമ്മുടെ എയിം കത്തി എടുത്തുകൊണ്ട് വന്ന് അവളെ കൈ കെട്ടിയിരിക്കുന്ന ഈ തുണി കീറി മാറ്റും. ആ സമയത്ത് ഡോർമെട്രി ഡോറ് തനിയെ തുറക്കുന്നു. എയിം ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ കയ്യിലേക്ക് ആരോ കയറി പിടിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ് അവൾ ഷോക്കാവും. ആ രൂപത്തെ അവൾ കാണുന്നില്ല. അപ്പോഴായിരിക്കും ആ തുറന്ന ഡോറിന് മുന്നിലായി മണിയൊക്കെ കെട്ടിവെച്ചൊരു രൂപം, ഒരു വയസ്സായ ശോഷിച്ച രൂപം. ടിങ് 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 എന്നും പറഞ്ഞ് നടന്നു പോകുന്നു. ഇവളതിന് പുറകെ പോകും. എന്നിട്ട് ആരാത്, നിങ്ങൾ ആരാ, എന്തിനോടെ വന്നു, എനിക്ക് നിങ്ങളെ മനസ്സിലാകുന്നില്ലല്ലോ എന്നും പറഞ്ഞ് ഇവള് പുറകെ ചെല്ലുക. പെട്ടെന്ന് കയ്യിലെ റാന്തൽ വിളക്ക് അണഞ്ഞു പോവാണ്. അമ്മേ! ഇവൾ ആ വിളക്ക് കത്തിക്കാൻ തീപ്പെട്ടി ഒരിയുന്ന സമയം ഇവൾക്ക് പുറകിലായൊരു രൂപം ഇങ്ങനെ എഴുന്നേറ്റ് വരുന്നുണ്ട്. പെണ്ണ് പെട്ടെന്ന് തന്നെ ആ വിളക്ക് കത്തിച്ചിട്ട് തിരിഞ്ഞു നോക്കും. അപ്പൊ അവിടെ രൂപമില്ല. ഇവള് സമാധാനത്തോടെ തിരിയുമ്പോഴാണ് വരാന്തയുടെ ഏറ്റവും അറ്റത്തായി തലയിലൊരു കുടുമയൊക്കെ വെച്ചിട്ട് കിലുക്കും പിലുക്കും കിലുക്കും പിലുക്കും എന്ന് പറഞ്ഞൊരു രൂപം പടിയിറങ്ങി താഴോട്ട് പോകുന്നു. ആരാതെന്ന് ചോദിച്ച് ഇവള് പുറകെ ഓടിച്ചെന്ന്, ഞാൻ നിന്നെ പേടിക്കില്ല, കളിപ്പിച്ചത് മതി, പുറത്തു വാ, എന്റെ കയ്യിൽ നിന്ന് നല്ലത് നിനക്ക് കിട്ടുമെന്നും പറഞ്ഞ് അവിടെ നിൽക്കുക. ആരെയും കാണുന്നില്ല. ശരി, തിരികെ പോകാമെന്ന് പറഞ്ഞ് തിരിയുമ്പോണ്ട് ഒരു രൂപം. അതെന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല. അതിനു മുന്നേ ആ രൂപം അവളെ തള്ളിയിട്ടു. ഇവള് പടിയിലൂടെ താഴത്തേക്ക് ഉരുണ്ട് വീഴ. തലയടിച്ച് വീണ അരബോധത്തോടെ എഴുന്നേറ്റ് നോക്കുമ്പോണ്ട് വെള്ള ഉടുപ്പിട്ട ഒരു പെൺകുട്ടിയുടെ രൂപമാണ് കാണുന്നത്. അതവിടെ നിന്ന് മാറിപ്പോകും. അടുത്ത തവണ നിനക്ക് ജീവൻ ഉണ്ടാവില്ല എന്നും പറഞ്ഞിട്ടാണത് മാറിപ്പോകുന്നത്. പിറ്റേന്ന് ഈ പെൺകുട്ടികൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്കിന്റെ അടുത്തേക്ക് വന്നിട്ട്, ഇന്നലെ രാത്രി നീയല്ലേടി എയിമിനെ തള്ളിയിട്ടത്, സത്യം പറ എന്നും പറഞ്ഞ് ചോദിക്കുക. ഇങ്ക് പറയും, ഞാനല്ല, എനിക്കറിയില്ലെന്ന്. ഉടനെ ആ കൂട്ടുകാരി, സത്യം പറഞ്ഞോ, നീയാ ചെയ്തതെന്ന് സമ്മതിച്ചോ, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ വിടില്ല എന്നും പറഞ്ഞ് അവളെ കയ്യിലുള്ള അവൾ പഴം അറക്കാൻ വെച്ചിരുന്ന കത്തി തട്ടിപ്പറിക്കാൻ നോക്കുക. ഇങ്കാണെങ്കിൽ അത് പിടിവിട്ട് കൊടുക്കില്ല. അതുകൊണ്ട് ആ പെണ്ണിന്റെ കൈ മുറിയുന്നുണ്ട്. എയിം ഇത് കാണിച്ച് എല്ലാവരോടും പറയും, നിങ്ങൾ കണ്ടതല്ലേ ഇപ്പോൾ, അവളാണ് ഞങ്ങൾ ഉപദ്രവിച്ച്. ഇതുപോലെ തന്നെയാണ് അവൾ രാത്രിയും ചെയ്ത്. ഇവൾക്ക് പണിഷ്മെന്റ് കൊടുക്കണ്ടേ? ഇന്ന് രാത്രി ഇവൾക്ക് ഭക്ഷണമില്ല. നീയാണ് ചെയ്തതെന്ന് സമ്മതിച്ചില്ലെങ്കിൽ ഇവിടെയുള്ള ആർക്കും ഭക്ഷണം കൊടുക്കില്ല എന്ന് പറയും. സോ വേറെ വഴിയില്ലാതെ ഇങ്ക കുറ്റം ഏറ്റെടുക്കുകയാണ്. അവളെ ഇവർ ക്യാൻറ്റീനിൽ നിന്ന് പുറത്താക്കും. ഇങ്ക് വിഷമത്തോടെ തുണി കഴുകിയിടുന്ന സ്ഥലത്ത് വന്നിരിക്കുക. ആ സമയത്താണ് മറ്റേ പെൺകുട്ടി, അതായത് ഇങ്കിന് കുറച്ച് നാൾ മുന്നേ വന്ന പെൺകുട്ടിയില്ലേ, ആ പാവം പെൺകുട്ടി ഇങ്കിനടുത്തേക്ക് വരാം. അവളെ പേര് പ്ലോയ് എന്നാണ്. ഈ പ്ലോയ് വന്നിട്ട് ഇങ്കിനോട് പറയും, നീ അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഇവിടെ ഇങ്ങനെയാണ്, അവർ പറയുന്നത് നമുക്കനുസരിക്കാൻ പറ്റുള്ളൂ, അതാണ് വിധി. ഇത് കേൾക്കുമ്പോൾ ഇങ്ക് ചോദിക്കും, നീയും നോർത്ത് നിന്നാണല്ലേ,
അവർ പറയുന്നത് കേട്ടെന്ന്. പ്ലോയ് പറയും, അതെ ഞാൻ പ്ലോയാണ്, ഞാൻ നോർത്ത് നിന്നാണ് വരുന്നത്. എന്നെയും അവർ ഇതുപോലെ ഉപദ്രവിച്ചിരുന്നു. അവരെയാണ് മദർ നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവർ നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് എതിർക്കാൻ കഴിയില്ല, ശബ്ദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർ പറയുന്ന അനുസരിച്ച് തലയും താഴ്ത്തി ജീവിച്ചാൽ ഇവിടെ സമാധാനത്തോടെ ഇരിക്കാം. ഞാൻ അതാണ് ചെയ്യുന്നത്. നമുക്ക് പോകാൻ വീടുകളൊന്നുമില്ലല്ലോ, നമ്മളെല്ലാം അനാഥരാണ്, ഇത് നമ്മുടെ വിധിയാണെന്ന് പ്ലോയ് പറയും. അവിടെ നിന്ന് കട്ട് ചെയ്താൽ നമ്മുടെ ബോട്ടുകാരൻ ചെറുക്കനെ കാണിക്കുന്നു. അവൻ ലൈറ്റ് ഹൗസിലാണ് താമസിക്കുന്നത്. അന്ന് വൈകിട്ട് എയിം ഈ പയ്യനെ കാണാൻ വരുന്നുണ്ട്. അവൾ വന്നിട്ട് പയ്യനോട് ചോദിക്കും, ആ പുതിയ പെൺകുട്ടി അവളെ നീ കൂട്ടിക്കൊണ്ടു വരുമ്പോൾ അവൾ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? അവൾ എവിടെ നിന്നാണ് വരുന്നത്? അവളുടെ പുരാണം എന്തൊക്കെയാണ്? ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ബോട്ടുകാരൻ പറയും, ഇല്ല, അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല, ഞാൻ അവളുടെ പേര് മാത്രമേ ചോദിച്ചുള്ളൂ, അതുപോലും അവൾ പറഞ്ഞില്ല. ഇപ്പം നീ എന്തിനാണ് അവളെപ്പറ്റി അന്വേഷിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പം എയിം പറയും, നീ ഡർപോം ഓർഫനേജ് ഹോമിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതെവിടെയാണ്? അവിടെ നിന്നാണ് അവൾ വരുന്നത്. ബോട്ടുകാരൻ പറയും, അതൊരു ഓർഫനേജ് ആണെന്ന് മാത്രം അറിയാം, ന്യൂസിൽ കണ്ടത് പെട്ടെന്ന് ആ ഓർഫനേജ് അടയ്ക്കേണ്ടി വന്നു എന്നാണ്. എന്താണ് കാരണം എന്നറിയില്ല, ഞാൻ നാട്ടിൽ ചെന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയുവാണെങ്കിൽ നിന്നോട് പറയാമെന്ന് പറയും. ശരിയെന്ന് പറഞ്ഞ് എയിം തിരികെ വരുന്നു. അന്ന് രാത്രി നമ്മുടെ ഇങ്ക് കുളിക്കാൻ നേരം അവളുടെ കയ്യിലെ മുറിപ്പാട് കാണിക്കുന്നുണ്ട്. ഇതിനു മുന്നേ അവൾ താമസിച്ചിരുന്ന ഓർഫനേജിലെ പെൺകുട്ടികളും അവൾ ഉപദ്രവിച്ചിട്ടുണ്ടായിരുന്നു. അവര് ഗ്ലാസ് കൊണ്ട് കീറിയതിന്റെ മുറിപ്പാടാണ് ഇപ്പം അവളുടെ കയ്യിലുള്ളത്. പിന്നീട് എന്താ സംഭവിച്ചെന്നറിയില്ല. പിറ്റേ ദിവസം നമ്മുടെ പെണ്ണ് തറ തുടച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വെടക്ക് പെമ്പിള്ളേരെല്ലാം വന്നിട്ട് എയിമിന്റെ കൂട്ടുകാരികൾ അവളെ പിടിച്ചു വെക്കും. എയിം ആണെങ്കിൽ കയ്യിലൊരു കത്രികയുമായി, നിന്നെപ്പോലുള്ള വൃത്തികെട്ട പെൺകുട്ടികൾ പറഞ്ഞാൽ അനുസരിക്കില്ല, ചെയ്ത് കാണിച്ചാലേ അനുസരിക്കുള്ളൂ, അതിന് എൻ്റെ കയ്യിൽ വഴിയുണ്ടെന്നും പറഞ്ഞ് ഇങ്കിന്റെ മുടി കട്ട് ചെയ്ത് കളയാം. അവൾ വേണ്ട വേണ്ടെന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. എന്നാലും ഇവള് കേൾക്കാതെ അവളുടെ മുടി കട്ട് ചെയ്ത് കളയും. ഇങ്ക് ഒരുപാട് കരയുന്നു. അന്ന് രാത്രി എയിം അവളുടെ ചന്തമുള്ള മുടിയൊക്കെ ഇങ്ങനെ ചീകിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ വെളുത്ത മുടികൾ അവളുടെ ചീപ്പിൽ വന്ന് പെടുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. പെട്ടെന്നാണ് കണ്ണാടിയിൽ തനിക്ക് പിറകിലായ ഒരു കറുത്ത രൂപം നിൽക്കുന്ന അവൾ കാണുന്നു. പേടിച്ച് വിറച്ച പെണ്ണ് തിരിഞ്ഞു നോക്കുമ്പോൾ ആ രൂപം കാണുന്നില്ല. ഈ സമയത്ത് ബാക്കിയുള്ള കുട്ടികളെല്ലാം അതേ ഡോർമെട്രി തന്നെ കിടന്നുറങ്ങുക. എന്നാലും ഇവൾക്ക് മാത്രമായി ഒരു പാട്ട് കേൾക്കാം. ആരോ പാടുന്നു താരാട്ട് പോലെ. പെട്ടെന്നാണ് ഒരു രൂപം നമ്മുടെ എയിമിനെ കെട്ടിപ്പിടിച്ച് അവളുടെ തലയിലെ മുടി പിച്ചി ചീന്തിയെടുക്കുക. പെണ്ണ് പേടിച്ചരണ്ട ഒച്ച വെച്ച് കാറിക്കോവും. ഉടനെ ശബ്ദം കേട്ട ബാക്കിയുള്ള പെൺകുട്ടികൾ, എയിം എന്തു പറ്റി, എന്തിനാ നീ കരയണേന്നും ചോദിച്ച് ഓടി അവളുടെ അടുത്തേക്ക് വരിക. അവള് പേടിച്ചു വിറച്ച്, നിങ്ങൾ കണ്ടില്ലേ? ഞാൻ കണ്ടു, ഒരു വയസ്സായ സ്ത്രീ അതിന്റെ അടുത്തേക്ക് വന്നിരുന്നു, നിങ്ങൾ കണ്ടില്ലേ എന്ന് ചോദിക്കും. ഈ പെൺകുട്ടികൾ കണ്ടിട്ടില്ല. ഇല്ല, ഞങ്ങൾ കണ്ടില്ല. നീ എന്തിനെയാ കണ്ടേ? വല്ല പ്രയത്നയോ ആണോ? ഞങ്ങൾ കണ്ടില്ലല്ലോ, നിനക്കെന്താണ് പറ്റിയത്? എയിം ഒന്നും മിണ്ടില്ല. അവൾ നിലത്തേക്ക് നോക്കുമ്പോൾ തന്റെ പറഞ്ഞുപോയ കുറച്ച് കറുത്ത മുടി കിടപ്പുണ്ട്. അതേപോലെ ഈ രൂപം കീറി പിടിച്ച സ്ഥലത്ത് തുണി കീറി അവൾക്ക് മുറിവും പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് പ്ലോയ് പേടിക്കുന്നുണ്ടാവും ആ പാവം പെൺകുട്ടി. എന്നാൽ അവളുടെ രൂപഭാവം കാണുമ്പോൾ തന്നെ ഈ വെടക്ക് പിള്ളേർക്ക് മനസ്സിലാകും പ്ലോയ്ക്ക് എന്തൊക്കെയോ അറിയാമെന്ന്. ഇവര് പ്ലോയിനെ പിടിച്ച് വെള്ളത്തിൽ മുക്കി ചോദിക്കുക, സത്യം പറയടി, നിനക്കറിയാവുന്ന സത്യം പറയും. ഈ സംഭവിക്കുന്നതിന് പുറകിലുള്ള കഥ നിനക്കറിയാം, എന്താണെന്ന് തുറന്നു പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയെന്ന് പറഞ്ഞ് ഇവര് ഭീഷണിപ്പെടുത്താം. അപ്പൊ പ്ലോയ് അവൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കും. നീ ഇന്നലെ കണ്ട് പേടിച്ച ആ പ്രേതത്തെ ഞാനും കണ്ടിരുന്നു. ഇങ്കിന്റെ തലയിലേക്ക് ഞാൻ ബാത്റൂം വേസ്റ്റ് ഒഴിച്ചില്ലേ, അന്ന് രാത്രി ഈ പ്രേതത്തെ ഞാനും കണ്ടിരുന്നു. അന്ന് എന്റെ ചുമലിലും അത് മാന്തിയ മുറിപ്പാടുണ്ടായി. ഞാനത് ആരോടും പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇവൾ ആ ഉണ്ടായ മുറിപ്പാട് കാണിച്ചു കൊടുക്കും. ഇതെങ്ങനെയാണ് പറ്റണേന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഗോഡ് മദർ ഗോസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു പറച്ചിലുണ്ട്. നോർത്തിൽ കുട്ടികൾ ജനിക്കുമ്പോൾ അവർക്ക് പ്രേതങ്ങളുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളുടെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങൾ ഒരു റിച്വൽ ചെയ്യും, ഒരു ആഭിചാരക്രിയ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കുഞ്ഞ് ജനിച്ച് കുറച്ച് നാളാവുമ്പോൾ തന്നെ ഇവരൊരു പാവയുണ്ടാക്കി ആൾക്കാരൊക്കെ ചുറ്റും കൂടി എന്ന് പ്രാർത്ഥിച്ച് കുറെ മന്ത്രമൊക്കെ ചൊല്ലി ഒരു പ്രധാന മന്ത്രവാദി ഉണ്ടാവും. ആ ലേഡി ഈ കുട്ടിയെ വേണ്ട പ്രേതം വന്നെടുത്തോന്നും പറഞ്ഞ് അവരുണ്ടാക്കിയ മൺപാവ, ഒരു കുഞ്ഞു പാവയാ, ആ പാവയുടെ തല മുറിച്ച് ഈ മന്ത്രവാദി വായിലിടും. എന്നിട്ട് അതിന്റെ ഉടല് ഈ തുണിയിട്ട് മൂടിയ കുഞ്ഞിന്റെ പുറത്ത് വെക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും മന്ത്രം ജപിച്ച് പ്രേതത്തെ വിളിച്ചു വരുത്തുന്നു. ഈ പ്രേതം ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ വന്ന് ആ കുഞ്ഞിന്റെ പുറത്ത് വെച്ചിരിക്കുന്ന ഈ ശരീരപ്പാവയെ മാത്രം, മൺപാവയെ മാത്രം എടുത്തുകൊണ്ട് പോകും. അത് കഴിയുമ്പോൾ മന്ത്രവാദി അവരുടെ വായിലുണ്ടായിരുന്ന തലയെടുത്ത്, ഇപ്പം ഈ കുഞ്ഞ് ആ പ്രേത അമ്മയ്ക്ക് സ്വന്തമാണ്, അതുകൊണ്ട് തന്നെ വേറെ പ്രേതങ്ങളൊന്നും ഈ കുഞ്ഞിനെ ശല്യം ചെയ്യാൻ പാടില്ല, എല്ലാ കാലത്തും ഈ കുഞ്ഞിന് ആ പ്രേതം സംരക്ഷണം കൊടുക്കുകയും ചെയ്യണം എന്ന് പറയും. എന്നിട്ട് ആ പാവയുടെ തലയില്ലേ, അത് ഈ കുഞ്ഞിന്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തിട്ട് എല്ലാ കാലത്തും ഈ തല കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഉണ്ടാവണമെന്ന് പറയും. സോ അവരെ നാട്ടിലെ കുട്ടികളുടെ പോക്കറ്റിലോ തുണിയിലോ ഈ മൺപാവ തലയുണ്ടാവും കുട്ടിക്ക് സംരക്ഷണമായിട്ട്. ഇത് അവരുടെ നാട്ടിലുള്ള ഒരു ആചാരമാണ്. അങ്ങനെ ഇങ്കിന് കാവലായിട്ടുള്ള പ്രേതമായിരിക്കണം നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടാവുക എന്ന് പ്ലോയ് പറയും. ഇത് കേട്ടിട്ട് ആ കൂട്ടുകാരാണെങ്കിൽ പഴയ നാടോടി കഥ പോലുണ്ട്, ഞങ്ങൾ വിശ്വസിക്കില്ല,
ഇതിന് പിറകിൽ അവള് തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം. ഇതവൾ തുടർന്ന് പോകാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ അവളൊരു പാഠം പഠിപ്പിച്ചിട്ടേ അടങ്ങും. അതിന് നീ ഞങ്ങളുടെ കൂടെ വേണമെന്ന് പറഞ്ഞ് ഇവർ പ്ലോയിനെയും കൂടെ വിളിച്ചുകൊണ്ട് പോവാ. എന്നിട്ട് ഇങ്ക് തനിച്ചിരിക്കുന്ന സമയം അവളുടെ പുറത്തേക്ക് തുണിയിട്ട് അവളെ നിലത്ത് കിടത്തി, നിന്നെ രക്ഷിക്കാൻ ആ പ്രേതത്തള്ള വരുമെങ്കിൽ അത് ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ, നീ കാണിച്ചാടിയെന്നും പറഞ്ഞ് അവളുടെ കാലിലേക്ക് ചവിട്ടും. ഇങ്ക് കിടന്ന് പെടയ്യ. അവൾക്ക് എതിർക്കാൻ കഴിയുന്നില്ല. എന്നെ വെറുതെ വിടൂ, എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞ് അവൾ കരയുന്നുണ്ട്. എന്നെ വെറുതെ വിടൂന്നല്ലല്ലോ പറയേണ്ടത്, നീ വലിയ മന്ത്രവാദിയല്ലേ, നിനക്കെന്നെ കൊല്ലാനുള്ള ദേഷ്യമല്ലേ വരേണ്ടത്. അത്ര തൻ്റെടിയാണെങ്കിൽ എന്നെ കൊല്ലടിയെന്നും പറഞ്ഞ് അവളുടെ ഷൂ ഇട്ട കാലുകൊണ്ട് ഇങ്കിന്റെ മുഖത്തേക്ക് ചവിട്ടാണ്. അപ്പൊ ഇങ്ക് ബലം പിടിക്കുന്നത് നിർത്തിയിട്ട് കരഞ്ഞോണ്ട് പറയും, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല, എനിക്കതിന് കഴിയില്ല, ഞാൻ ഭീരുവാണ്, എന്നെ വെറുതെ വിടൂ, നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാമെന്ന്. അപ്പോൾ കാലെടുത്ത് മാറ്റിയിട്ട്, ഞങ്ങൾ പറയുന്ന അനുസരിച്ച് അടങ്ങി ഒതുങ്ങി ഇവിടെ കഴിഞ്ഞോ, അല്ലെങ്കിൽ എല്ലാ ദിവസവും നിനക്ക് ഇതായിരിക്കും വിധിയെന്നും പറഞ്ഞ് അവിടുന്ന് മാറിപ്പോകും. നമ്മുടെ ഇങ്കാണെങ്കിൽ കരഞ്ഞുകൊണ്ട് അന്ന് രാത്രി ബോട്ട് പയ്യനെ കാണാൻ ചെല്ലുക. അവൾ അവനോട് പറയും, എനിക്കിവിടെ താമസിക്കേണ്ട ബോട്ട് വയ്യ, അവരെല്ലാം എന്നെ ഉപദ്രവിക്കുന്നു, എന്നെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകാവോ, ഞാൻ നിങ്ങളുടെ കൂടെ വരാം, എങ്ങോട്ടെങ്കിലും പോയിക്കോളാം, നിങ്ങൾക്ക് ശല്യമാവില്ല. ഇത് കേട്ട് ബോട്ട് പയ്യൻ പറയും, നീ എന്തൊക്കെയാ പറയുന്നത്, ഞാനും എനിക്ക് കിട്ടിയ ശിക്ഷപ്രകാരമാണ് ഇവർക്ക് വേണ്ടി ജോലി ചെയ്യുന്നത്, എനിക്ക് ഇവിടുന്ന് എങ്ങോട്ടും പോകാൻ കഴിയില്ല, മാത്രമല്ല നിന്നെ സഹായിക്കാനും കഴിയില്ല. ഇപ്പോഴാണെങ്കിൽ ബോട്ടും കേടായി കിടക്കുക, കൊടുങ്കാറ്റ് വീശുന്ന സമയമാണ്. ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങോട്ട് വരരുത്, ആരെങ്കിലും കണ്ടാൽ അവരെന്നെയും കുറ്റപ്പെടുത്തും, അതുകൊണ്ട് ദയവ് തിരിച്ചു പോയിക്കോ, അതാണ് നിനക്ക് നല്ലതെന്നും പറഞ്ഞ് ഈ പയ്യൻ തണുപ്പായതുകൊണ്ട് അവൻ്റെ ഒരു ഷർട്ട് ഇട്ട് പുതപ്പിച്ച് ഇങ്കിനെ തിരിച്ച് പറഞ്ഞു വിടാണ്. എന്നാൽ രാത്രി തിരിച്ചു വന്ന ഇങ്കിനെ കണ്ടിട്ട് അവളെ കയ്യിലുണ്ടായിരുന്ന ഷർട്ടും കണ്ടിട്ട് ഈ കാര്യം മദറിനെ അറിയിക്കും. മദറാണെങ്കിൽ പിറ്റേ ദിവസം എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് നീ വ്യഭിചരിക്കാൻ ഇറങ്ങി തിരിച്ചാണോടിന്നും ചോദിച്ച് ഇങ്കിനെ ചൂരിലുകൊണ്ട് പൊതിരെ തല്ലും. മേലി ഒരു പെൺകുട്ടിയും ഇതുപോലെ ആവർത്തിക്കരുത്, നിങ്ങൾക്കെല്ലാം ഇതൊരു പാടാണെന്നും പറഞ്ഞ് ഇങ്കിനെ കുറെ ചീത്ത പറയാ. ഇങ്കൊരു വൃത്തികെട്ട പെണ്ണാണെന്ന് പറയും. അവൾ കുറെ നേരം നിന്ന് കരയുന്നു. അത് കഴിയുമ്പോൾ കുട്ടികളെല്ലാം മാറിപ്പോകും. നമ്മുടെ മദർ ആണെങ്കിൽ അവരുടെ ഓഫീസ് റൂമിലേക്ക് തിരിച്ചു വന്നിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ രാത്രിയായ സമയം, ആരോ പാട്ട് പാടുന്നത് കേൾക്കാം. ഈ പെൺകുട്ടികൾ കിടന്നുറങ്ങാതെ പാട്ട് പാടുകയാണെന്ന് വിചാരിച്ചിട്ട് അവരെ ചീത്ത പറയാൻ വേണ്ടി മദർ റാന്തലും തൂക്കിക്കൊണ്ട് ഈ ഡോർമെട്രിയിലേക്ക് വരും. എന്നാൽ പെൺപിള്ളേരെല്ലാം ഓൾറെഡി കിടന്നുറങ്ങിക്കഴിഞ്ഞു, ആരുടെ അനക്കൂല്ല. പിന്നെ എവിടുന്നാണ് ഈ ശബ്ദം വന്ന് തിരിച്ചു പോയി നോക്കാമെന്നും പറഞ്ഞ് മദർ ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഡോർമെട്രിയുടെ അറ്റത്തായി ഒരു കിലുക്കാമണി രൂപം മദർ കാണുന്നു. ആരാത് എന്നവർ ചോദിക്കുമ്പോൾ ഇതിങ്ങനെ കൈ രണ്ടും വിരിച്ചു വെച്ച് പാട്ടും പാടി കിലുങ്ങി കിലുങ്ങി മദറുടെ അടുത്തേക്ക് വരുന്നു. മെലിഞ്ഞുണങ്ങി വലിഞ്ഞൊരു രൂപം. മദർ പേടിച്ച് പുറകിലേക്ക് മാറും. ഡോർമെട്രി കഴിഞ്ഞ ഉടനെ വാതിൽ രണ്ടും വലിഞ്ഞടയുന്നു. ഇവര് പേടിച്ച് അവിടെ നിന്ന് ഓടി മാറാൻ ശ്രമിക്കും. അപ്പണ്ട് ഈ അടഞ്ഞ വാതില് മെല്ലെ തുറന്നു വരാ. തിരിഞ്ഞു നോക്കുമ്പോ ആരോ നടന്നു വരുന്ന കാൽപാദത്തിന്റെ പാടുകൾ മാത്രം കാണാം. പെട്ടെന്നാണ് മദറിന് പിറകിലായി ഈ രൂപം വന്ന് നിൽക്കുന്നത്. മദർ 2 സ്റ്റെപ്പ് പിറകിലേക്ക് വെക്കുമ്പോൾ ഈ രൂപം ചാടി മദറിനെ പിടിച്ചൊരു കടിയ. പിന്നെ പ്രാണന് വേണ്ടി നിലവിളിക്കുന്ന അമ്മച്ചിയുടെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. പെൺകുട്ടികളെല്ലാം ഈ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി വരുമ്പോൾ മദർ കിടന്ന് പെടയുന്നുണ്ടാവും. പ്രേയത്തെ കാണുന്നില്ല. എന്തുപറ്റി മദർ, എന്തുപറ്റിയെന്ന് ചോദിക്കുമ്പോൾ മദർ അരണ്ട അവസ്ഥയിൽ ഇവരോടൊന്നും മിണ്ടുന്നില്ല. ചുറ്റും നോക്കി പേടിച്ചുകൊണ്ടിരിക്കുക. അവരുടെ കഴുത്തിൽ എന്തോ മാന്തിയതിന്റെ പാടുകൾ മാത്രം കാണാം. സോ പ്ലോയ്ക്ക് മനസ്സിലായി ഈ പ്രേതം സത്യമാണെന്ന്. നമ്മുടെ വെടക്ക് പിള്ളേർക്കും സംഭവം പിടികിട്ടി. പ്ലോയ് പറയുന്നതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന്. അന്ന് രാത്രി ഈ പിള്ളേര് പ്ലോയിനെ വെച്ച് ഒരു പ്ലാൻ ചെയ്യും. പ്ലോയ് വന്ന് ഇങ്കിനോട് എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം, ഇവിടുത്തെ ബാത്റൂം വേണ്ട, അതിൽ വെള്ളം വരുന്നില്ല, എനിക്ക് പുറത്ത് പോകണമെന്നുണ്ട്, നീ ഒന്ന് കൂടെ വരുമോ എന്ന് ചോദിക്കും. സോ ഇങ്ക് പാവായതുകൊണ്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ് പ്ലോയുടെ കൂടെ പുറത്തേക്ക് പോവാം. ആ തക്കം നോക്കി ബാക്കിയുള്ള പെൺകുട്ടികൾ വന്ന് ഇങ്ക് കിടക്കുന്ന ബെഡിന് ചുറ്റും പരിശോധിക്കുക. പ്ലോയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മൺപാവയുടെ തല ഇങ്ക് കിടക്കുന്നതിനടുത്ത് എവിടെയെങ്കിലും കാണും, അതെടുത്ത് നശിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ഈ പ്രശ്നം ഉണ്ടാവില്ല. സോ അതിനു വേണ്ടിയിട്ടാണ് ഈ പെൺപിള്ളേര് വന്ന് പരിശോധിക്കുന്നത്. ആ നേരത്ത് പുറത്തേക്ക് വിളിച്ചുകൊണ്ട് വന്ന ഇങ്കിനോട് പ്ലോയ് പറയാണ്, ആ പെൺപിള്ളേര് നമ്മുടെ ഗോഡ് മദർ ഗോസ്റ്റിനെ കുറിച്ച് ചോദിച്ചിരുന്നു. ഞാൻ അവരോട് പറഞ്ഞ കാര്യം അവർ വിശ്വസിച്ചിട്ടില്ല. നീയാണിതെല്ലാം ചെയ്തതെന്നാണ് അവർ പറയുന്നത്. നീ ഇവിടെ ഉള്ളിടത്തോളം കാലം നിന്നെ ഉപദ്രവിക്കാനാണ് അവർ പ്ലാൻ ഇട്ടിരിക്കുന്നത്. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ രക്ഷപ്പെട്ടോ, അതായിരിക്കും നിനക്ക് നല്ലതെന്ന് പ്ലോയ് പറയുന്നു. ഈ നേരത്ത് നമ്മുടെ വെടക്ക് പിള്ളേർക്ക് ഇങ്ക് ഒളിച്ചു വെച്ചിരിക്കുന്ന ആ മൺപാവയുടെ പാത്രം കിട്ടും. അതിനകത്ത് തല മാത്രം ഉണ്ടാവുമെന്നാണല്ലോ പ്ലോയ് പറഞ്ഞിരുന്നത്. എന്നാൽ അതിനകത്ത് തല മാത്രമല്ല, ഉടലും കൂടെ തന്നെയുണ്ട്. അതെങ്ങനെ വന്നു എന്ന് ഇവർക്ക് മനസ്സിലായില്ല. അതിനർത്ഥം എന്താണെന്ന് ഇവർക്കറിയില്ല. എന്തായാലും ഇതിപ്പെടുത്ത് മാറ്റിവെക്കാമെന്നും പറഞ്ഞ് അതെടുത്ത് മാറ്റിവെക്കുന്നു. എന്നാൽ പിറ്റേ ദിവസം ഈ പെമ്പിള്ളേർ എഴുന്നേൽക്കുമ്പോഴാണ് ഇങ്കിനെ കാണാനില്ല എന്നറിയുന്നത്. സോ ആദ്യം നമ്മുടെ വെടക്ക് പിള്ളേര് മാത്രം ഇങ്കിനെ അന്വേഷിച്ചിറങ്ങും. കാടിനകത്ത് പോകുമ്പോൾ ഇങ്കൊരു പഴയ മതിലിന്റെ ഫ്രണ്ടിൽ ഇരിക്കുക. ഒന്നും പറയാതെ അവിടെ ചുമ്മാ ഇരിക്കുന്നു. നീ എന്താടി ഇവിടെ ചെയ്യണേന്ന് ചോദിക്കുമ്പോൾ ഇങ്ക പറയും, എനിക്ക് കുറച്ചു നേരം തനിച്ചിരിക്കണം, ഞാൻ അതിനു വേണ്ടി ഇവിടെ വന്നാണെന്ന്, എന്നെ ശല്യം ചെയ്യലേ, മാറിപ്പൊക്കോളൂ. എന്നാൽ കൂട്ടുകാരിയും കൂടെ ചേർന്ന്
നിനക്ക് തനിച്ചല്ലേ ഇരിക്കണ്ടേ, അതിന് ഞങ്ങൾ സഹായിക്കാമെന്നും പറഞ്ഞ് ഇവളെ പിടിച്ചോണ്ട് പോയി ഒരു കിണറിനകത്ത്, പഴയ പൊട്ടക്കിണറ്റിനകത്ത് തള്ളിയിടും. എന്നിട്ട് ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ നിന്റെ ഗോസ്റ്റ് മദർ വിളിച്ചു പറയും, അത് വന്ന് രക്ഷപ്പെടുത്തട്ടെ, അതല്ലാതെ ഞങ്ങൾ ആരും നിന്നെ രക്ഷിക്കാൻ പോകുന്നില്ല, നീ ഇതീ കിടന്ന് ചാകുകയുള്ളൂ എന്നും പറഞ്ഞ് ആ കിണറിന്റെ മൂടി കൊണ്ട് അതിനെ അടക്കിയാണ്. ഇത് കഴിഞ്ഞ് ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ പെമ്പിള്ളേര് രണ്ടും തിരിച്ചു വരുന്നു. മദർ വന്നിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എയിം പറയും, ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ കാണുന്നില്ല, ഞാൻ എല്ലാ പെമ്പിള്ളേരോടും പറഞ്ഞിട്ടുണ്ട് അവൾ അന്വേഷിക്കാൻ, അവൾ എങ്ങോട്ടാ പോയെന്ന് അറിയില്ലെന്ന്. അപ്പൊ മദർ അവൾ ഓടിപ്പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ചെറുക്കനും പങ്ക് കാണും, അവൾ ഉറപ്പായും പിടിക്കണമെന്ന് പറഞ്ഞ് ഇവര് നമ്മുടെ ബോട്ട് ചെറുക്കൻ താമസിക്കുന്ന ലൈറ്റ് ഹൗസിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ അവൻ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ, അവൻ കണ്ടിട്ടില്ല, ഇങ്ക എവിടെയാ പോയെന്ന് അറിയില്ല, ഞാനും അന്വേഷിക്കാൻ നിങ്ങളുടെ ഒപ്പം കൂടാന്ന് പറയും. എന്നിട്ട് ഇവരൊപ്പം ഒരു ടോർച്ച് എടുത്തവൻ ഇറങ്ങാണ്. പക്ഷെ അത് എയിമിന് ഇഷ്ടപ്പെടുന്നില്ല. ആ പെണ്ണ് എങ്ങോട്ട് പോയ നിനക്കെന്താ, ഇവിടെ ആർക്കും വിഷമമില്ല, മിണ്ടാ തിരിച്ചു പോയിരിക്കെ, നീ അവളെ അന്വേഷിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല എന്ന് എയിം പറയും. അപ്പൊ ഈ ബോട്ട് ചെറുക്കനാണെങ്കിൽ നമ്മൾ ആരും ഈ സ്ഥലം ഇഷ്ടപ്പെടുന്നില്ല, അതല്ലേ സത്യം, അതന്നെയാണ് അവൾക്കും തോന്നിയത്, അതുകൊണ്ട് അവൾ ഓടിപ്പോയതിൽ തെറ്റില്ല, ഞാനും എന്തായാലും അന്വേഷിക്കാൻ കൂടാന്നും പറഞ്ഞ് അവനും കാട്ടിലേക്ക് ഇറങ്ങുന്നു. ഈ പെമ്പിള്ളേരെല്ലാവരും അന്വേഷിച്ചിറങ്ങുന്നുണ്ട്. സന്ധ്യയായി, ഇരുട്ടായി, അന്വേഷണം നിർത്തലാക്കി എല്ലാവരും തിരിച്ചു പോവാ. ആ സമയത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട്. മഴ പെയ്ത് ഈ കിണറിലെ വെള്ളം നിറയാൻ തുടങ്ങും. വെള്ളം നിറഞ്ഞ നമ്മുടെ പെണ്ണ് മരണപ്പെടും. അപ്പോഴായിരിക്കും കിണറിനകത്ത് നിന്ന് ഒരടഞ്ഞ ശബ്ദം കേൾക്കുന്നത്. ഇവരെല്ലാം കൊന്നുകളയട്ടെ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇവരെല്ലാം ഞാൻ കൊന്നുകളയട്ടെ.